ഈരാറ്റുപേട്ട നഗരഹൃദയത്തിൽ 8 പതിറ്റാണ്ടോളം തലയുയർത്തി നിന്നിരുന്ന ഈറ്റക്കുന്നേൽ ബിൽഡിംഗ് ഒരു അപൂർവ സൗഹൃദത്തിന്റെ ഓർമ്മ കൂടിയാണ്. ഈ കെട്ടിടം പൊളിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട വാർത്ത നൽകിയ വീഡിയോ റിപ്പോർട്ട് 1 ലക്ഷത്തോളം ആളുകളാണ് കണ്ടത്. ഈ കെട്ടിടത്തിന്റെ പിറവിയും അതിന്റെ ആദ്യകാല ഉടമകളുടെ സൗഹൃദവും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മാതൃക തന്നെയാണ്. 3 കുഞ്ഞുമാരുടെ സൗഹൃദവും അവരുടെ പങ്കുകച്ചവടവുമാണ് ഈ കെട്ടിടത്തിന്റെ പിറവിയിലേക്ക് നയിച്ചത്. വലിയ വീട്ടിൽ കൊച്ചുമക്കാർ കുഞ്ഞും, കെ.ടി. തോമസ് എന്ന കണ്ടത്തിൻകര കുഞ്ഞും, പി.ഡി. തോമസ് എന്ന പെരുന്നിലം കുഞ്ഞുമാണവർ. സിമന്റ്, പലവ്യഞ്ജനം, ഇരുമ്പ്, റേഷൻ മൊത്തവ്യാപാരങ്ങൾ, എസ്റ്റേറ്റുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യാപിച്ചുകിടന്ന ഇവരുടെ കൂട്ടുകച്ചവടത്തിനിടയിലാണ് ടൗണിന്റെ ഹൃദയഭാഗത്ത് ഈറ്റക്കുന്നേൽ കെട്ടിടമെന്ന ഇരുനില മാളിക പിറവിയെടുക്കുന്നത്. പെരുങ്ങുളത്തിന് സമീപം ഇവർക്കുണ്ടായിരുന്ന 300 ഏക്കർ ഈറ്റക്കുന്നേൽ എസ്റ്റേറ്റിന്റെ പേരാണ് ടൗണിലെ കെട്ടിടത്തിന് അവർ നൽകിയത്. പെരുങ്ങുളത്തെ ഈ എസ്റ്റേറ്റിൽ നിന്നാണ് കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ തേക്ക് തടികൾ കൊണ്ടുവന്നത്. 3 പേരുടെയും വീടുകളിലേക്ക് ഫർണിച്ചർ വേണ്ടിവരുമ്പോൾ 3ഉം ഒരേ തരമായിരിക്കാൻ നിഷ്കർഷ കാണിച്ചത്രേ. സൗഹൃദത്തിലൂടെ വളർന്ന കൂട്ടുകച്ചവടം പിരിയാൻ മൂവർക്കും താൽപ്പര്യമില്ലായിരുന്നു. എങ്കിലും ഭാവിയെ കരുതി സ്വത്തുക്കൾ വീതം വയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വീതം വയ്ക്കുന്ന ചുമതല കൊച്ചുമക്കാരനെ മറ്റു 2 പേരും ഏൽപ്പിച്ച് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യാൻ കൊച്ചുമക്കാർ തയ്യാറായില്ല. വീതം വെപ്പ് നീതിപൂർവകമായിരിക്കാൻ സ്വത്തുക്കൾ നറുക്കിട്ടെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈറ്റക്കുന്നേൽ കെട്ടിടം കണ്ടത്തിൻകര കുഞ്ഞേട്ടന് ലഭിച്ചത്. മറ്റു 2 പേർക്ക് ലഭിച്ച ടൗണിലെ സ്ഥലങ്ങളിലെ കെട്ടിടങ്ങളിൽ അവരുടെ പൗത്രന്മാർ സ്ഥാപനങ്ങൾ നടത്തിവരുന്നു. മേത്തർ മെഡിക്കൽ സ്റ്റോറും സെൻട്രൽ ഹാർഡ്വെയറും പെരുന്നിലത്ത് ഗിഫ്റ്റ് ഹൌസുമാണവ. 3 കുഞ്ഞുമാരുടെയും പുത്രന്മാരിലൂടെ പൗത്രന്മാരും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. ഈറ്റക്കുന്നേൽ കെട്ടിടം പണിത പുന്നത്താനത്ത് പരമേശ്വര പണിക്കരുടെ കൊച്ചുമകൻ മഹേഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കെട്ടിടം പൊളിക്കുന്നതെന്നത് മറ്റൊരു കൗതുകമാണ്. പൊളിച്ചുമാറ്റുന്ന കെട്ടിടം കണ്ടത്തിൻകര കുഞ്ഞേട്ടന്റെ പൗത്രൻ ജോസ്മോൻ തന്റെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫിഷ്ലി ഫിഷ് ഫാമിന് സമീപം പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. കെട്ടിടം പണിയാനുദ്ദേശിക്കുന്ന സ്ഥലത്തിനു സമീപത്തുനിന്ന് കേരള ഹജ്ജ് കമ്മിറ്റി അംഗവും ഈരാറ്റുപേട്ട നൈനാർ മഹല്ല പ്രസിഡന്റുമായ ഹാജി പി.ഇ. മുഹമ്മദ് സക്കീർ പഴയകാല ചരിത്രങ്ങൾ അനുസ്മരിക്കുന്നു. കണ്ടത്തിൻകര ജോസ്മോന്റെ ഫിഷ് ഫാമിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഈരാറ്റുപേട്ടയിലെ വ്യാപകമായ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈറ്റക്കുന്നേൽ ബിൽഡിംഗ്സിന്റെ പൊളിക്കൽ, ആ പൊളിക്കുന്ന ആ കെട്ടിടം അതേപടി എന്റെ പുറകിൽ കാണുന്ന ഫിഷ് ഫാമിന്റെ ഓരത്തുള്ള ഈ സ്ഥലത്ത് അത് സ്ഥാപിക്കാൻ പോവുകയാണ്. ആ കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോൾ അത് കേവലം ഒരു പഴയ കെട്ടിടം പൊളിച്ചു എന്നുള്ള ഒരു സാധാരണ സംഭവമായിട്ടല്ല അതിനെ വിലയിരുത്തേണ്ടത്. അങ്ങനെ എത്രയോ കെട്ടിടങ്ങൾ ഈരാറ്റുപേട്ട ടൗണിൽ ഉണ്ടായിരുന്ന നിരവധിയായ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഈരാറ്റുപേട്ടയുടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നിലനിന്ന ഒരു കെട്ടിടമാണ് ഈറ്റക്കുന്നേൽ ബിൽഡിംഗ്സ് എന്ന് പറയുന്നത്. ഈരാറ്റുപേട്ടയിലെ പ്രമുഖരായിരുന്ന വ്യാപാര രംഗത്ത് വളരെയേറെ പ്രക്ഷോഭിച്ച 3 വ്യക്തിത്വങ്ങൾ, കണ്ടത്തിൻകര കുഞ്ഞേട്ടനും പെരുന്നിലത്ത് കുഞ്ഞേട്ടനും വലിയ വീട്ടിൽ കൊച്ചുമക്കാർ കുഞ്ഞുഹാജിയും 3 പേർ ചേർന്ന് നടത്തിയിരുന്ന ബിസിനസ് സംരംഭങ്ങളുടെ ലാഭം ഉപയോഗിച്ച് ഈരാറ്റുപേട്ട ടൗണിൽ പടുത്തുയർത്തപ്പെട്ട പ്രധാനപ്പെട്ട 3 സ്ഥാപനങ്ങൾ, അതിൽപ്പെട്ട ഒന്നായിരുന്നു ഈറ്റക്കുന്നേൽ ബിൽഡിംഗ്സ്. അവരുടെ സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായി പെരുങ്ങുളത്തിന് സമീപമുള്ള 300 ഏക്കറോളം വരുന്ന ഈറ്റക്കുന്നേൽ എസ്റ്റേറ്റിന്റെ നാമമാണ് ആ കെട്ടിടത്തിന് അവർ നൽകിയത്. ആ കെട്ടിടം അവർ തമ്മിലുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചപ്പോൾ കണ്ടത്തിൻകര കുഞ്ഞേട്ടന്റെ ഓഹരിയായിട്ട് വന്നതാണ് ഈറ്റക്കുന്നേൽ ബിൽഡിംഗ്സ്. അവിടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നത് അവിടെയായിരുന്നു. അതിനുശേഷം അവിടെ കണ്ടത്തിൻകര ലോഡ്ജ് എന്ന പേരിൽ സ്ഥാപിച്ചപ്പോൾ നിരവധി ഓഫീസുകൾ അവിടെ പ്രവർത്തിച്ചിരുന്നു. എല്ലാവർക്കും സുപരിചിതമായ ഈറ്റക്കുന്നേൽ ബിൽഡിംഗ്സ് ഇപ്പോൾ പൊളിച്ച് ഇവിടെ തീക്കോയിൽ അത് അതേപടി സ്ഥാപിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈരാറ്റുപേട്ടയുടെ ഒരു സൗഹൃദത്തിന്റെ മുഖം, അതിന്റെ പ്രതീകമാണ് ഈറ്റക്കുന്നേൽ ബിൽഡിംഗ്സ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ പറയപ്പെട്ട കണ്ടത്തിൻകര കുഞ്ഞേട്ടനും പെരുന്നിലത്ത് കുഞ്ഞേട്ടനും മാത്രമല്ല ഈരാറ്റുപേട്ടയിൽ വ്യാപാരം ചെയ്തിരുന്ന ആളുകൾ. എടുത്തു പറയപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് പുളിക്കൽ ദേവസ്യാച്ചൻ.
അദ്ദേഹമാണല്ലോ നമ്മുടെ നാട്ടിൽ ആദ്യമായി ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. PTMS എന്ന പേരിലുള്ള ആ വാഹനത്തിൽ കയറാത്തവരാരും തന്നെയില്ല. ആ PTMS ബസ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ പുളിക്കൽ ദേവസ്യാച്ചൻ ഇതുപോലെ ഈറ്റക്കുന്നേൽ ബിൽഡിംഗ്സിന്റെ നേരെ എതിർവശത്ത് അദ്ദേഹത്തിന്റെ ഒരു കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടത്തിൽ ഒരു കാലത്ത് ഈരാറ്റുപേട്ടയിലെ ഒരു സൌഹൃദ കൂട്ടായ്മയുടെ കേന്ദ്രമായിരുന്നു. വൈകുന്നേരങ്ങളിൽ പുളിക്കൽ ദേവസ്യാച്ചനോടൊപ്പം പ്രമുഖരായ ഈരാറ്റുപേട്ടയിലെ വ്യക്തികളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുമായിരുന്നു. നമ്മുടെ വടക്കേടത്ത് മക്കാരി കാക്ക ഉൾപ്പെടെ, പുത്തമ്പറമ്പിൽ PM ഖാൻ, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുമക്കാർ സാഹിബ് മറ്റക്കൊമ്പനാൽ, M ഫരീദ് സാഹിബ് മറ്റക്കൊമ്പനാൽ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ആ സ്ഥലത്ത് വന്ന് വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടി അവർ വീട്ടിലേക്ക്, അവരുടെ ബിസിനസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുളിക്കൽ ദേവസ്യാച്ചന്റെ കടയിൽ വന്ന ചാരു ബെഞ്ചിൽ ഒന്ന് ഇരുന്നിട്ട് പോയില്ലെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസത്തിന്റെ സംതൃപ്തി കിട്ടുകയില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സ്നേഹബന്ധം നിലനിന്നിരുന്ന നാടാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിൽ വന്ന് ബിസിനസ് ചെയ്യപ്പെട്ട പ്രമുഖ വ്യക്തികൾ നമുക്ക് നിരവധി ആളുകളുണ്ട്. മുത്തുത്താവളത്തിൽ കറിയാച്ചൻ, ഇന്നും മുത്തുത്താവളത്തിൽ ജുവലറി എന്ന പേരിലെ സ്ഥാപനം മക്കൾ അവിടെ നടത്തുന്നുണ്ട്. കറിയാച്ചൻ പൂഞ്ഞാറിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ വന്ന് സ്ഥാപനം ആരംഭിച്ച വ്യക്തിയാണ്. ഈരാറ്റുപേട്ടയിലെ ആദ്യകാലത്തെ ഇരുമ്പുകടയാണ് പടന്നമാക്കൽ തൊമ്മച്ചൻ വന്ന് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ നിരവധി ആരാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിൽ വന്ന് ബിസിനസ് ചെയ്യപ്പെട്ട പ്രമുഖ വ്യക്തികൾ നമുക്ക് നിരവധി ആളുകളുണ്ട്. മുത്തുത്താവളത്തിൽ കറിയാച്ചൻ, ഇന്നും മുത്തുത്താവളത്തിൽ ജുവലറി എന്ന പേരിലെ സ്ഥാപനം മക്കൾ അവിടെ നടത്തുന്നുണ്ട്. കറിയാച്ചൻ പൂഞ്ഞാറിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ വന്ന് സ്ഥാപനം ആരംഭിച്ച വ്യക്തിയാണ്. ഈരാറ്റുപേട്ടയിലെ ആദ്യകാലത്തെ ഇരുമ്പുകടയാണ് പടന്നമാക്കൽ തൊമ്മച്ചൻ വന്ന് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ നിരവധി തീക്കോയിൽ പ്രദേശത്തു നിന്നുള്ള നിരവധി ആളുകൾ നമുക്കറിയാം. തയ്യിൽ പാപ്പൻചേട്ടൻ, കുന്നത്ത് കുഞ്ഞേട്ടൻ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഈരാറ്റുപേട്ടയിൽ, പുഷ്പ ടെക്സ്റ്റൈൽസ് ഇവിടെ ഈരാറ്റുപേട്ട നമുക്ക് തീക്കോയിൽ നിന്ന് വന്ന് നടത്തിയിരുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് കാണാൻ കഴിയുന്ന ലെതർ വേൾഡ് എന്ന് പറയുന്ന ആ തീക്കോയിക്കാരുടെ ആ സ്ഥാപനം, അങ്ങനെ ആ പാരമ്പര്യം ഇപ്പോൾ തുടരുകയാണ്. അപ്പൊ ഈരാറ്റുപേട്ടയിൽ ഇതര പ്രദേശത്തു നിന്നും വന്ന് വ്യാപാരം നടത്തിയിരുന്ന ആളുകളോട് ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ കാണിച്ചിരുന്ന ആ വലിയ ആ സ്നേഹത്തിന്റെ സമീപനം, അവിടെ യാതൊരു മതപരമായ വേർതിരിമോ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി താമസിക്കുകയും വളരെയേറെ സൌഹൃദം നിലനിർത്തുകയും അങ്ങനെ ഈരാറ്റുപേട്ടയുടെ മതസൌഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രമായി നിലനിൽക്കുകയും ചെയ്ത ഒരു വലിയ പാരമ്പര്യത്തിന്റെ നാടാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ട മൈനാർ പള്ളിയും അരുവിത്തുറ സെന്റ് ജോർജ് ചർച്ചും അങ്കാളമ്മൻ കോവിലും നമുക്കറിയാം. ഈരാറ്റുപേട്ട ടൌണിൽ അടുപ്പ് കല്ല് കൂട്ടിയതുപോലെയാണത്. ഒരു ത്രികോണാകൃതി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 3 കോണുകളിലായി നിലനിൽക്കുന്നത് പോലെയാണ് ഈ 3 ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ആരാധനാലയങ്ങളിൽ നിന്നും ഉയരുന്ന മണിനാദങ്ങളും ബാങ്കിന്റെ ശബ്ദവും ശംഖിന്റെ ശബ്ദവുമെല്ലാം ഈരാറ്റുപേട്ടയിൽ ജനങ്ങൾക്ക് ഇമ്പമാർന്ന ഒരു സന്തോഷകരമായ മുഹൂർത്തങ്ങളായിട്ടാണ് അവർ അതിനെ കേട്ടിരുന്നത്. അവിടെ 3 സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ, പെരുന്നാളുകൾ, അരുവിത്തുറ പെരുന്നാൾ ഈരാറ്റുപേട്ടയിലെ ജനങ്ങളുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അത് ആഘോഷിച്ചിരുന്നത്. ഒരു കാലത്ത് പുതുപ്പള്ളി ചന്ദനക്കുടം എന്ന പേരിൽ ഈരാറ്റുപേട്ടയിൽ ആഘോഷമുണ്ടായിരുന്നു. ആ ചന്ദനക്കുടം പോലെ തന്നെ അരുവിത്തുറ പള്ളി പെരുന്നാളും ബന്ധുവീടുകളിൽ നിന്നും ആളുകൾ സ്വന്തം നാട്ടിലേക്ക്, വീട്ടിലേക്ക് വരുന്ന അപൂർവം നിമിഷങ്ങളായി ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളെ ജനങ്ങൾ കണ്ടിരുന്നു. അത്ര വലിയൊരു മതസൌഹാർദ്ദത്തിന്റെ കേന്ദ്രമായ ഈരാറ്റുപേട്ടയിൽ സ്ഥാപിച്ചിരുന്ന ഈറ്റക്കുന്നേൽ ബിൽഡിംഗ്സ് പൊളിച്ച് ഇന്ന് ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുമ്പോൾ എനിക്ക് അദ്ദേഹം കണ്ടത്തിങ്കര കുഞ്ഞേട്ടന്റെ മകന്റെ മകനായ ശ്രീ ജോസ്മോനോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഈ കെട്ടിടം ഒരു മതസൌഹാർദ്ദത്തിന്റെ പ്രതിരൂപമായി ഒരു പ്രത്യേക നാമത്തിലായിരിക്കണം ഈ ഹെറിറ്റേജ് ബിൽഡിംഗ് നമുക്ക് പണിയേണ്ടത്. ഇത് പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ഒരു സ്ഥലം തന്നെ സജ്ജീകരിച്ചുകൊണ്ട് ഒരു മതസൌഹാർദ്ദത്തിന്റെ വിളംബരം ചെയ്യുന്ന ഒരു മഹാസൌധമായി അതിനെ നമുക്ക് കാണുകയും ഈരാറ്റുപേട്ടയുടെ ജനങ്ങൾക്ക് ഒരു ഗതകാല സ്മരണകൾ അയവിറക്കാൻ കഴിയുന്ന ഒരു നിത്യസ്മാരകമായി അതിനെ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് കണ്ടത്തിങ്കര കുഞ്ഞേട്ടന്റെ ആ സ്മരണ നിലനിർത്തുന്ന ഈ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന ശ്രീ ജോസ്മോനോട് ഞാൻ മുൻപോട്ട് വെച്ചുകൊണ്ട് ഈ വലിയ സംരംഭത്തിന് അദ്ദേഹം അത് പൊളിച്ചൊരിക്കലും നശിപ്പിച്ചു കളയാതെ അതേപടി കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആ മാനസികമായ ഉയർന്ന ആ ചിന്താഗതിയെ അങ്ങേയറ്റം ഞാൻ അനുമോദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പരിശുദ്ധമായ റമദാൻ മാസത്തിന് ശേഷമുള്ള ഈ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ നമുക്ക് സ്നേഹത്തോടുകൂടി, സൌഹാർദ്ദത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി ഈ രാജ്യത്തിന്റെ ഉന്നതമായ പവിത്രമായ ആ പാരമ്പര്യങ്ങൾ മുഴുവൻ നിലനിർത്തിക്കൊണ്ട് മതവിദ്വേഷം വളർത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും
നമുക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് സൌഹൃദത്തിന്റെ ഒരു അന്തരീക്ഷം ഈ രാജ്യത്തുണ്ടാകുവാനും മുഴുവൻ ജനങ്ങളും വളരെയേറെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു വലിയ ഉത്തമമായ ഒരു സാഹചര്യം ഈ നാട്ടിൽ സംജാതമാകുവാനും ഒറ്റക്കെട്ടായി നമുക്ക് മുൻപോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക്